ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഈ ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സിറ്റുവേഷൻസ് കാര്യങ്ങളോ ഒന്നും അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്ന അവരുടെ ഒരു ഫീലിങ്സ് എന്താണ് എന്ന് നോക്കാം. അവരുടെ മനസ്സിൽ നിങ്ങളോട് കാണിക്കാതെ അവർ ഹൈഡ് ചെയ്യുന്ന അവരുടെ ഒരു ഫീലിങ്സ് ഈ ഒരു സമയത്ത് എന്താണ്? അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. ഇതൊരു ടൈംലെസ് റീഡിംഗും ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് കണക്ട് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വ്യക്തിയെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക. അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് പോലും മാനിഫെസ്റ്റ് ആയി മാറുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം. മനസ്സുകൊണ്ട് എന്തായാലും രണ്ടുപേർക്കും അകലാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഫിസിക്കലി നിങ്ങൾ രണ്ടുപേരും ഒരുപാട് അകലെ തന്നെയായിരിക്കും നിൽക്കുന്നത്. ഒരു ഇമോഷൻസോ കാര്യങ്ങളോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റാതെ, ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഇപ്പൊ ഇല്ലാതിരിക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ, ഇവിടെ വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ ആയതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കിടയിൽ ഒരുപാട് വാക്ക് തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെയും നിങ്ങൾ ആ ഒരു വ്യക്തിയെയും പരസ്പരം നിങ്ങൾ ഒരുപാട് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വാക്കുകൾ കൊണ്ട് പരസ്പരം മുറിവേൽപ്പിക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ട് അകന്നുപോയി നിൽക്കുന്ന രണ്ട് പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു പറയലെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ തണുത്തിട്ടുണ്ടായിരിക്കും. തണുത്ത സമയത്ത് നിങ്ങൾ ഇതിനെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ ആയിരിക്കും. പെട്ടെന്ന് തണുക്കുന്ന ഒരു സ്വഭാവം ആയിരിക്കില്ല. കുറച്ചൊരു ധാർഷ്ട്യമൊക്കെ കൂടിയ വ്യക്തികളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതിന്റെയൊക്കെ ഭാഗം കൊണ്ട് തന്നെ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ നന്നായിട്ട് അടച്ചു വിട്ടിട്ടുണ്ട്. അടച്ചു വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മാറ്റി അവോയ്ഡ് ചെയ്തിട്ട് മാറിപ്പോയിരിക്കുന്ന ഒരു എനർജിയാണ്. ഇത്രത്തോളം ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടോ? അവർ ചിലപ്പോൾ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇനി ഒട്ടും താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്കുകൾ അവർക്ക് അത്രത്തോളം മുറിവേൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾ ഇനി ഒരിക്കലും അവർക്ക് സ്നേഹിക്കാൻ പോലും സാധ്യമല്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പറഞ്ഞിട്ട് പോയിരിക്കുക. ചിലപ്പോൾ ചിലവരുടെ കേസിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഫാമിലിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കും. അതിന്റെ ഭാഗമായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ലവ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെയും അങ്ങനത്തെ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പൊ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവർക്കും ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. അവർ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഒട്ടും സ്നേഹം കാണിക്കുന്നുണ്ടാവില്ല. എന്തെങ്കിലും രീതിക്ക് ഇത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ഇതിന് ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ നിങ്ങളുടെ അടുത്ത് ഒട്ടും സ്നേഹമില്ലാത്ത രീതിയിൽ തന്നെയായിരിക്കാം നിന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നതും. ചിലവരുടെ കേസിൽ ഒട്ടും കോണ്ടാക്ട് ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയുമായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ, ഇങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്ന സിറ്റുവേഷൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു മനസ്സിലേക്ക് അവർ എന്തെങ്കിലും കാര്യങ്ങൾ, ആ ഒരു ഫീലിങ്സ് നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ടോ നിങ്ങളോട് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് 2 of Wands ആണ്. 2 of Wands എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ എപ്പോഴും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഓർമ്മയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവർക്ക് രാത്രി പോലും
നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. പുറമേ അവർ എത്രത്തോളം നിങ്ങളോട് അത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാലും മനസ്സുകൊണ്ട് അവർ ഒരുപാട് വിങ്ങുന്ന അവസ്ഥയാണ്. 3 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു വിരഹവേദന അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് തീർത്തും അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു പെയിൻഫുൾ ആയുള്ള സിറ്റുവേഷൻ തന്നെയാണ്. എത്രത്തോളം അവർ നിങ്ങളുടെ നേരെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് സിറ്റുവേഷൻ ബേസ് ചെയ്ത് നിങ്ങളോട് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവര് തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്നുണ്ട്. അവർക്കും നിങ്ങളോട് പറയേണ്ടി വന്നിരുന്ന ആ ഒരു വാക്കുകള്, അതുപോലെ നിങ്ങൾ അവരോട് പറഞ്ഞിരിക്കുന്ന വാക്കുകള്, ഇതെല്ലാം അവരെ മുറിവേൽപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ആയിരിക്കും കൂടുതൽ തെറ്റ് ചെയ്തിരിക്കുന്നത്. ചിലവരുടെ കേസിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരിക്കാം. എല്ലാ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ മാത്രമാണ് തെറ്റ് ചെയ്തെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ചിലവരുടെ കേസിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടായി കാണുമായിരിക്കും. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും പക്ഷെ നിങ്ങളുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ ഒരു വിഭാഗം ആളുകൾ. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന എനർജിയിൽ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ശ്രമിച്ചിട്ടും അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്നതിൽ അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റാതെ പോയതിലൊക്കെ അവർക്കിപ്പോൾ ഒരുപാട് വേദനയുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ചിന്തകളിലേക്കോ അവർ എത്തിപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷനോ ലോ ഓഫ് അട്രാക്ഷനോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ദൈവിക ശക്തിയിൽ ഒരുപാട് വിശ്വസിച്ച് പ്രാർത്ഥനയോടുകൂടി ഇത്രയും കാലം ഇതിനു വേണ്ടി തന്നെ നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മനസ്സ് ഈ ഒരു യൂണിവേഴ്സൽ പവർ കണ്ടതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ഫീലിങ്സ് ഈ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. എത്രത്തോളം ധാർഷ്ട്യത്തിലാണ് നിന്നത് എന്ന് പറഞ്ഞാലും അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുള്ളതായിട്ട് തന്നെ കാണിക്കുന്നത്. സ്ട്രെങ്ത് ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തണമെന്നും നിങ്ങളെ ചേർത്ത് നിർത്തി ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് പങ്കിടണം, അവരുടെ ഫീലിങ്സ് എല്ലാം നിങ്ങളോട് തുറന്നു പറയണം എന്നൊക്കെ മനസ്സുകൊണ്ട് അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ എത്രത്തോളം ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കതിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഈഗോ അതിന് അനുവദിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവര് അത്രത്തോളം നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒരു വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നു. അതിന്റെ കൂടെ മറ്റു പല വ്യക്തികളും ഈ റിലേഷൻഷിപ്പിലേക്ക് ഇൻവോൾവ് ആയിരിക്കുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് എത്രയും സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും അത് പുറത്ത് കാണിക്കാതെ അവർ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് പോലും അവരുടെ ആ ഒരു ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫീലിങ്സ് എന്താണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെയധികം മനസ്സുകൊണ്ട് സ്നേഹമുള്ള വ്യക്തികൾ തന്നെയാണ്. അവരുടെ ഒരു മനസ്സിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അർഹമായ രീതിയിൽ നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹം പ്രകടിതമായിട്ട് തന്നുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണം. ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പ് 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഫാമിലി ആയിട്ട് തന്നെ കൊണ്ടുപോകണം എന്നാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് പോകുന്ന വ്യക്തികളായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ലവ് റിലേഷൻഷിപ്പിലൂടെ കമ്മിറ്റ്മെന്റിലേക്ക് എത്താൻ നിൽക്കുന്നവരായിരിക്കും. ഒരു ഫാമിലി ആയിട്ട് എന്തായാലും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ സ്പ്രെഡിൽ കൂടുതലും കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ അർഹമായ സ്നേഹം നൽകിയിട്ട് ഇതിനൊരു റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് മനസ്സുകൊണ്ട് അത് പറയാൻ സാധിക്കുന്നില്ല. അവർ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് അവരായിട്ടും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. ചിലപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു പല സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉള്ള തേർഡ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ നിന്നും നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാനോ ഒന്നും സാധിക്കുന്നില്ല. എങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന എനർജിയാണ്. അതുപോലെ ഇവിടെ എംപ്രസ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുട്ടികൾ ഉള്ളവരോ അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് ആഗ്രഹിക്കുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരും ഇപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. ചിലപ്പോൾ ചിലവരുടെ കേസിൽ നിങ്ങളൊരു pregnant ആയ നിൽക്കുന്നവരായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞു കുട്ടിയായിരിക്കും ഉള്ളത്. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചർ ഇവർക്കും ഇപ്പോൾ ഒരുപാട് ആലോചനയിലേക്ക് വരികയാണ്. അതുപോലെ നിങ്ങൾ ആ ഒരു പരസ്പരം സംസാരിച്ചിരുന്ന മൊമെന്റ്സ്, നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്ന നല്ല നല്ല നിമിഷങ്ങൾ, ഇതെല്ലാം ഇവർ ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. മനസ്സുകൊണ്ട് ആ ഒരു മൊമെന്റ്സിനെ എല്ലാം ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഓർക്കുമ്പോഴും ഇവർക്ക് ഒരുപാട് വേദനയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നുള്ളത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒന്ന് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് പറയാനോ സാധിക്കും. അതിന് കാരണം തടസ്സമായിട്ട് നിൽക്കുന്നത് ഇവരുടെ ആ ഒരു ധാർഷ്ട്യം തന്നെയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്നൊന്ന് തലകുനിച്ച് തരാൻ സാധിക്കാത്ത അവരുടെ ആ ഒരു ചിന്താഗതി തന്നെയാണ്. മറ്റു പല കാര്യങ്ങളാണ് സിറ്റുവേഷൻസ് വന്നിരിക്കുന്നത്, തേർഡ് സിറ്റുവേഷൻസ്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് ആ ഒരു സ്നേഹം എത്രയും വേഗം എങ്ങനെയെങ്കിലും പങ്കിടണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്.
ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തില് നിങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പൊ നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്ത് ഒരുപാട് വേദനിക്കുന്നുണ്ട് എന്നുള്ളത് ഇവര് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നതായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന നിങ്ങളുടെ ആ ഒരു മനസ്സിനെ ഇവര് തീർച്ചയായിട്ടും അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നിൽ സറണ്ടർ ആവണം. ഇവരുടെ ഫീലിങ്സും നിങ്ങളോട് തന്നെ തീർച്ചയായിട്ടും പറയണം. നിങ്ങൾ ചിലപ്പോൾ ഒരു ഭയങ്കര ദേഷ്യമുള്ള പേഴ്സൺ ആയിരിക്കും. ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആണെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നിങ്ങൾ തണുക്കുമായിരിക്കും. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് പെട്ടെന്ന് തണുക്കുന്ന ഒരു രീതി ആയിരിക്കും നിങ്ങളുടേത്. നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ ഈ ഒരു വ്യക്തിക്ക് എത്രത്തോളം അറിയാമെങ്കിൽ പോലും ഇവർക്ക് ആ ഒരു സമയത്ത് ഇവരെ പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഇമോഷൻസ് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവരുടെ ഇമോഷൻസിനെ ഇവർക്കും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ ആ ഒരു രീതി എന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് ഒറ്റയ്ക്കിരുന്ന് വേദനിക്കുക, പിന്നെ അങ്ങോട്ട് സ്വന്തമായിട്ട് തന്നെ പറഞ്ഞിരുന്ന് കരയുന്ന ഒരു രീതിയായിരിക്കും നിങ്ങൾ. പറയാനുള്ളത് പറഞ്ഞിട്ട് ഒറ്റയ്ക്കിരുന്ന് വേദനിക്കുക. അപ്പൊ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ ഇവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ ഒരുപാട് വേദന വരുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് വേദനിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റു വ്യക്തികളായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഇപ്പൊ വീട്ടിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും ഒരുപാട് ആളുകൾ ഇല്ലാത്തൊരു വ്യക്തി ആയിരിക്കും നിങ്ങൾ. ഇവര് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പേഴ്സൺ. അപ്പൊ ആ ഒരു ചിന്തയൊക്കെ ഇവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇവർക്ക് പറ്റുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു പോയിരിക്കുന്ന ചില വാക്കുകളിൽ പിടിച്ചായിരിക്കും ഇവർ നിൽക്കുന്നത്. ചിലപ്പോൾ ഇവരുടെ ഭാഗത്തായിരിക്കും വലിയ തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അത് ചില ആളുകൾ ഉണ്ടല്ലോ, എത്ര തെറ്റ് പറ്റി എന്ന് പറഞ്ഞാലും ചില വാക്കുകൾ നീ അത് പറഞ്ഞില്ലേ, നീ ഇത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അതിൽ തന്നെ പിടിച്ചു തൂങ്ങിയിട്ട് അവരുടെ മുന്നിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ മുന്നിൽ തല കുനിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു രീതി. അപ്പൊ അതുപോലെ ഒരു person ആണ് നിങ്ങളുടേത് കാണിക്കുന്നത്. പക്ഷെ അവര് ഇവിടെ എന്ത് രീതിക്ക് effort ഇടണം എന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. എത്രത്തോളം ധാർഷ്ട്യം ഉണ്ടെങ്കിലും എന്തൊക്കെ situations ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊരു നീതി തരണമെന്ന് തന്നെയാണ് ഇവരുടെ മനസ്സിലുള്ള ഒരു genuine feel ആയിട്ട് വന്നിരിക്കുന്നത്. ഇവർ എത്രത്തോളം നിങ്ങളോട് hide ചെയ്യുന്നുണ്ടെങ്കിൽ പോലും relationship നെ balance ചെയ്ത് കൊണ്ടുപോകണമെന്നും നിങ്ങൾക്ക് അർഹമായ രീതിയിൽ ഒരു നീതി തന്നുകൊണ്ട് തന്നെ ഇതിലൊരു effort എടുത്തുകൊണ്ട് അവരാൽ കഴിയുന്ന രീതിയിൽ ഈ ഒരു relationship നെ ഒരു courage കൊണ്ടുവരണം, ഒരു വളർച്ച കൊണ്ടുവരണം എന്നും അവർക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഇവരുടെ കൂടെ മറ്റാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ആരൊക്കെ ആ ഒരു സ്നേഹവുമായിട്ട് ഇവരുടെ അടുത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിലും, അതിപ്പോ ഏത് രീതിയിൽ support ആയിട്ട് friends ആയിക്കൊള്ളട്ടെ, family ആയിക്കൊള്ളട്ടെ, മറ്റെന്ത് situations ഉം ആയിക്കൊള്ളട്ടെ, അതൊന്നും തന്നെ ഇവർ സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഇവർക്ക് അതിലൊന്നുമല്ല ഇവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു person ഇപ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മകളിലാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹവും caring ഉം support ഉം അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കുഞ്ഞു കുഞ്ഞു വാശികളാണെന്നുണ്ടെങ്കിലും വലിയ വലിയ വാശികളാണെന്നുണ്ടെങ്കിൽ പോലും ഇവരെ പോലെ ക്ഷമിക്കാനായിട്ട് മറ്റാർക്കും ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇവർക്കും അത് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളുടെ ഒരു ഓർമ്മകളിലാണ് ഇവര് തീർച്ചയായിട്ടും ഇരിക്കുന്നത്. ഇവർക്ക് നിങ്ങളെ ഒരുപാട് miss ചെയ്യുന്നുമുണ്ട്. ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് മറ്റാരോടും കാണിക്കാതെ, friends ആണെങ്കിലും family ആണെങ്കിലും മറ്റാരിലേക്കും അത് കാണിക്കാതെ, nine of swords ആണ് വന്നിരിക്കുന്നത്. സ്വയം വേദനിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവരുടേത്. ഒരുപാട് സ്വയം വേദനിക്കുന്നുണ്ട്, ഒരുപാട് അതിന്റെ കൂടെ manifest ചെയ്യുന്നുണ്ട്. നിങ്ങളായിട്ട് തന്നെ ഇതിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളെ ഇവർ തന്നെയായിരിക്കും block ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവർ ചിന്തിക്കുന്ന രീതി മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ അതിന് ശ്രമിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ട് നിങ്ങളൊന്ന് back ലേക്ക് നിന്നിട്ടുണ്ടായിരിക്കും ഈ relationship ന്റെ കാര്യത്തിൽ. നിങ്ങൾക്കും ഇവരെ പോലെ തന്നെ ചിലപ്പോൾ കുറച്ചൊരു ധാർഷ്ട്യമൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും. ചിലപ്പോൾ ഒരു ego ഒക്കെ നിങ്ങൾക്കും ഉണ്ടായിരിക്കും. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ego ഒക്കെ വിട്ടിട്ടായിരിക്കും relationship നെ ഒന്ന് മര്യാദക്ക് കൊണ്ടുവരാനായിട്ട് once ശ്രമിച്ചിട്ടുണ്ടായിരിക്കുക. once അല്ല, നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഒരു ego ഉണ്ട്, നിങ്ങൾക്കും ഒരു വ്യക്തിത്വം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിനെ ഒരു ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയപ്പോഴായിരിക്കും നിങ്ങൾ back ലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇവർ ഒട്ടും കരുതിയിട്ടില്ല നിങ്ങൾ ഒട്ടും back ലേക്ക് പോകും, നിങ്ങൾ വീണ്ടും വീണ്ടും ചെല്ലുന്നുള്ള രീതിയിലായിരിക്കും ഇവർ നിന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവരായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് മുന്നിൽ കെട്ടിപ്പടുത്തുയർത്തിയിരിക്കുന്ന ഇവരുടെ ആ ഒരു image പൂർണ്ണമായിട്ടും തകർന്നു വീഴുമോ എന്നൊരു കുറുക്കന്റെ ചിന്ത അല്ലെങ്കിൽ കുറുക്കന്റെ ബുദ്ധി ഇവരുടെ തലയിൽ വന്നിട്ടുണ്ട് എന്തായാലും. okay. അറിഞ്ഞ് മാത്രം പ്രവർത്തിച്ച് കളിച്ച് വിജയിക്കുന്ന ഒരു രീതിയാണ് ഇവരുടെ എന്ന് പറയുന്നത്. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വേദന ഇവർക്ക് ഉള്ളത് കൊണ്ടിട്ട് എന്ത് ബുദ്ധി പ്രയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും relationship ൽ അവരും ഒട്ടും താഴാതെ എന്നാൽ നിങ്ങളെ ഇവരിലേക്ക് എത്തിക്കുകയും നിങ്ങളുടെ ആ ഒരു identity നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു വിജയം കൊണ്ടുവരണം. Knight of Cups ആണ് ഈ ഒരു relationship ൽ ഒരു വിജയം കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്.
ആ ഒരു ഫീലിങ്സ് ഒക്കെ അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വൈകാരികപരമായിട്ട് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുതിയ തുടക്കം വേണം. ഒരു മുത്ത് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ, നിങ്ങളുടെ സ്നേഹത്തിനെ നിങ്ങൾക്ക് അർഹമായ രീതിയിൽ തന്നെ എല്ലാ രീതിക്കും സപ്പോർട്ട് ചെയ്ത്, എല്ലാ രീതിക്കും ഒരു ഗാർഡിയനെ പോലെ നിങ്ങളെ ഈ ഒരു സ്നേഹത്തിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നതും ഇവർ ചിന്തിക്കുന്നതും. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. മനസ്സിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്ത് ഇവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാതിരുന്ന ഈ ഒരു സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ഈ ഒരു സമയത്ത് ആ ഒരു ക്ഷമാപണം നിങ്ങളിലേക്ക് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവർക്കും ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒന്നും പ്രവർത്തിക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് വരാനൊന്നും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. കഴിഞ്ഞു പോയ ആ ഒരു കാലത്തെക്കുറിച്ചൊക്കെ ഇവർ ഒരുപാട് ഓർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ എന്തൊക്കെ തെറ്റുകളാണ് ഈ റിലേഷൻഷിപ്പിൽ പറ്റിയിരിക്കുന്നത്, ആ ഒരു കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റം വരുത്തി ഫ്യൂച്ചറിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതിന് പൂർണ്ണമായിട്ടും, അതിപ്പോ അവരുടെ ക്യാരക്ടറിൽ മാത്രമല്ല നിങ്ങളുടേതാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടേക്ക് ഒരു പുതിയ തുടക്കത്തിൽ പോകുമ്പോൾ അതിലൊരു ട്രാൻസ്ഫോർമേഷൻ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പല കാര്യങ്ങളിലും ഒരു മാറ്റം അത്യാവശ്യമാണെന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഡിവൈൻ ആയിട്ടുള്ള ഒരു ടൈമിങ് ഇവരിലേക്ക് എത്തിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അത് ഏത് രീതിയിൽ വേണം, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ധാർഷ്ട്യവും കാര്യങ്ങളും ഉള്ളവരായതുകൊണ്ട് തന്നെ ഒരു രീതിയിലും അതിനൊരു കളങ്കം ഏൽപ്പിക്കാതെ അല്ലെങ്കിൽ അതിന് ഒരു കോട്ടം തട്ടിക്കാതെ നിങ്ങളിലേക്ക് ആ ഒരു കറക്റ്റ് ഡിവൈൻ ടൈമിൽ എത്തിയിട്ട് എല്ലാവിധ ട്രൂത്തും നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എല്ലാം പറയണം. അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ക്ലിയർ ആയിട്ട് ഒരു ആക്ഷൻ വേണമെന്നും നിങ്ങൾക്കിടയിൽ നല്ലൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സത്യസന്ധമായിട്ട് നടത്തണം എന്നും വേണ്ട എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളിലേക്ക് തുറന്നു പറയണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവരുടെ മനസ്സിൽ അവരിങ്ങനെ ഹൈഡ് ചെയ്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു പേഴ്സണേയും കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടേത്. അതുപോലെ എല്ലാം നിങ്ങൾ ചിലപ്പോൾ എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതി ആയിരിക്കും. നിങ്ങളുടെ എല്ലാ ഫീലിങ്സും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യും. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു ഈഗോയിസം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ എല്ലാ ഫീലിങ്സും അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതി ആയിരിക്കില്ല. കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടൊക്കെ ഇവർ കാണിക്കുന്നുണ്ട്. എല്ലാവരോടും ഭയങ്കര സ്നേഹം കാണിക്കുന്നു, എല്ലാവരുടെയും മനസ്സിൽ ഒരു ഇടം പിടിച്ചു പറ്റുന്നു, അങ്ങനെയൊക്കെ രീതിയായിരിക്കും ചിലരുടെ കേസിൽ. പക്ഷെ എങ്കിലും ഇവരുടേതായ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് ഇവർ ചിലപ്പോൾ കംപ്ലീറ്റ്ലി എല്ലാം ഒന്നും ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് കാണിക്കുന്ന രീതി ആയിരിക്കില്ല. അത്രയും അടുപ്പമുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമായിരിക്കും കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പോലും ഇവർ പെട്ടെന്ന് അങ്ങനെ കാണിക്കുന്ന രീതി ആയിരിക്കില്ല. കുറച്ച് സമയമെടുത്ത് ചിന്തിച്ച് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത് അതിനൊരു സ്ട്രക്ചർ റെഡിയാക്കി ആ ഒരു രീതിയിലൊക്കെ എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടൈം എത്തിയതിന് ശേഷം ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ള രീതിയിൽ ഇവർ നിൽക്കുന്നത്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ഫീലിങ്സ് ഒക്കെ ഇവരിങ്ങനെ നിയന്ത്രിച്ച് വെക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ആ ഒരു കാര്യങ്ങളിലെല്ലാം ഇവരും ഇപ്പൊ എല്ലാ ഒരു സ്ട്രക്ചറിലേക്കാണ് ഇവർ എത്തി നിൽക്കുന്നത്. അപ്പൊ ആ ഒരു അപ്പോളജിക്ക് വേണ്ടിയിട്ട് ഇവരിപ്പോ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഒരു ക്ഷമാപണം നിങ്ങളിലേക്ക് നടത്താനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമാണ് റിലേഷൻഷിപ്പിന് ഇനി ഒരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ എന്നൊരു തിരിച്ചറിവെല്ലാം ഇവരുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റില് ഈ ഒരു റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്ന വ്യക്തികളായിരിക്കും. ഇപ്പൊ ഇവരാണെന്നുണ്ടെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോഴും ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. പല സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് തടസ്സം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഇവർക്കിടയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് വരണം, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റിന്യൂവൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ സഫർ ചെയ്യുകയും സാക്രിഫൈസ് ചെയ്യുകയും വേണ്ടി വരും. എങ്കിൽ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ലൈഫ് ലഭിക്കുകയുള്ളൂ. ഒരു ഫ്രഷ് സ്റ്റാർട്ട് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു അഴിച്ചുപണി, അതിനുശേഷം എല്ലാ രീതിക്കും ഒരു പുതിയ തുടക്കം. ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് നിങ്ങളെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോർമേഷൻ നടന്നതിന് ശേഷം ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം കംപ്ലീറ്റ്ലി പോളിഷ് ചെയ്തിട്ട് ഇനി ഒരിക്കലും ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാത്ത രീതിയിൽ വേണം ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളിലേക്ക് കടന്നു വരണം എന്നൊരു ചിന്ത ഇവരിലുണ്ട്. ഇവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മിസ്സിംഗ് സമ്മൺ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ നിന്നുപോയ ഒരു ബന്ധം എന്നുള്ള രീതിക്കാണെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും കണക്ട് ആവുന്നത്. എത്രത്തോളം ഇവരെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളും പോയിട്ടുണ്ടോ ഇവരും പോയിട്ടുണ്ടോ എങ്കിൽ പോലും
നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധം പെട്ടെന്ന് അങ്ങനെ അടർന്നു മാറുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതും ഈ ഒരു റീഡിങ്ങിലേക്ക് എത്തിയിരിക്കുന്നതും. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം മേ ബി പലർക്കും തോന്നുന്നുണ്ടായിരിക്കാം. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് ഫേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർ പുറമേ കാണിക്കുന്ന കാര്യങ്ങളല്ല ഇത് എന്നുള്ളതൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ. അപ്പൊ അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ മുന്നിൽ മറ്റൊരു മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്നത്. തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിന്റെ ഫുൾഫിൽമെന്റ് അവരിപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങൾ കൊണ്ടും നിന്നു പോയതായതുകൊണ്ട് തന്നെയാണ് ഇവരൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നത്. ഹാപ്പി ആയിട്ടുള്ള ഒരു ഔട്ട്കം വേണം ഇനി ഇതിൽ നിന്ന് ലഭിക്കാനായിട്ട്. ഇനി ഒരു പ്രശ്നങ്ങളൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കാനായിട്ട് പാടില്ല. ഇതിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചിലപ്പോൾ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റക്ക് എനർജി ആയിരിക്കാം. അപ്പൊ അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഈ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കംപ്ലീറ്റ്ലി ഓവർകം ചെയ്തിട്ട് ഇതിനൊരു സക്സസ്, സൺ എനർജിയാണ്, ഒരു സക്സസ് ഇതിൽ വേണം. അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. നീതിപൂർവ്വം തന്നെ ഈ റിലേഷൻഷിപ്പിൽ പെരുമാറി ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയാവുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ട്, ഷെയർ ചെയ്യുക മാത്രമല്ല എഫേർട്ട്, നിങ്ങൾ ഇട്ട ആ ഒരു എഫേർട്ട് ഇവരിപ്പോൾ ഇടാനായിട്ട് തയ്യാറാകുന്നുണ്ട്. അപ്പൊ ഇവരും കൂടെ എഫേർട്ട് ഇട്ടിട്ട് റിലേഷൻഷിപ്പിലേക്ക് കടന്നു കഴിയുമ്പോൾ ഇനി മുന്നോട്ടേക്കുള്ള കാര്യങ്ങളിൽ രണ്ടുപേരും ഒരുമിച്ച് തന്നെ എക്സ്പ്രസീവ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഫീൽ ചെയ്തിട്ട് അത് പരസ്പരം ഷെയർ ചെയ്യണം. ഒരു ട്രാൻസ്പെറൻസി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. എന്ന് മാത്രമല്ല മറ്റൊരു വ്യക്തിയെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇനി അടുപ്പിക്കാനായിട്ട് ഇവർ തയ്യാറല്ല. അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസ്, മീഡിയേറ്റേഴ്സിനെ ഒന്നും ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ ഇവർ തയ്യാറാകുന്നില്ല. ആ ഒരു കാര്യവും നിങ്ങളോട് പറയണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം ആ ഒരു കാര്യം. ഇവരത് പക്ഷേ മനസ്സിലാക്കാനായിട്ട് കുറച്ചധികം വൈകി പോയിട്ടുണ്ട്. ഈ ഒരു വിരഹം അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് ഇവരുടെ മനസ്സിലേക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം കടന്നു വന്നിരിക്കുന്നത്. മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസിനെയും കൂടെയൊക്കെ ഇതിലേക്ക് ഇടപെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെയൊക്കെ ആയി പോയത് എന്നുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വീണ്ടും ഒരു കമ്മിറ്റ്മെന്റ്, ഒരു റിവൈവൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു റീയൂണിയൻ തന്നെയാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അവർ പല കാര്യങ്ങളും, ഇതുപോലുള്ള പല കാര്യങ്ങളുമാണ് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രത്തോളം ഒരു ഇമോഷൻസ് ആണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങളോടുള്ള സ്നേഹത്തിലും ഉള്ളത്. അവരിതൊന്നും നിങ്ങളോട് കാണിക്കാതെ അവരുടെ മനസ്സിൽ മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഈ ഒരു കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ, ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാനും വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ഈ ഒരു ഇമോഷൻസ് ഇവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂണിവേഴ്സ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്, ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നമുക്കിവിടെ ക്ലൂസിന്റെ ഒരു ആവശ്യമില്ല, പക്ഷെ ചിലവർ എപ്പോഴും പറയാറുണ്ട് അവർക്ക് ക്ലൂസും കൂടി ഇടുമ്പോഴാണ് കുറച്ചുകൂടെ കണക്ട് ആവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ക്ലൂസ് എടുക്കാറുള്ളത് കേട്ടോ. കെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം. എസ് എന്നൊരു ലെറ്റർ. ആയില്യം എന്നൊരു സ്റ്റാർ. 28 വയനാട്. 44 എന്നൊരു നമ്പർ. ലിബ്ര സോഡിയാക് സൈൻ ആണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റ്. വി എന്നൊരു ലെറ്റർ. എ എന്നൊരു ലെറ്റർ. എസ്. 38. ഉത്രം എന്നൊരു ബർത്ത് സ്റ്റാർ വന്നിട്ടുണ്ട്. 19. ജി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഭരണി. 24. ബി എന്നൊരു ലെറ്റർ. വിശാഖം. കാസർഗോഡ്. തിരുവാതിര. 22 എന്നൊരു നമ്പർ. 31. മൂലം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ സോഡിയാക് സൈൻ കിട്ടിയിട്ടുണ്ട്. കാലിക്കട്ട് വന്നിട്ടുണ്ട്. ജനുവരി എന്നൊരു മന്ത്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പൂരാടം എന്നൊരു ബർത്ത് സ്റ്റാർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക്
മാച്ച് ആണോ എന്നുള്ളതും റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ നോക്കിയിട്ട് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ ക്ലെയിം ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.